ഹലോ, ഇപ്പോൾ സമയം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ. എൻ്റെ വീട്ടിലെ അച്ചച്ചൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അച്ചച്ചന് ഒരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ കേക്ക് ആദ്യം വാങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോണ വഴിക്ക് ഗാലക്സിയിൽ ഇറങ്ങി. ഗാലക്സി മുല്ലശ്ശേരിത്തെ ഗാലക്സിയിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഒരുവിധം പരിചയമുള്ള അടിപൊളി ബേക്കറി ഉണ്ട് ഗാലക്സി. ഒരുപാട് സ്ഥലത്ത് ഇത് ഉണ്ട്, പാങ്ങിലും പാർട്ടിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബേക്കറിയാണ്. അപ്പോൾ അവിടെ ഒരുപാട് കേക്കുകളുണ്ടായിരുന്നു. അതിന് നമ്മൾ സെലക്ട് ചെയ്ത് ബട്ടർ സ്കോച്ച് ആയിരുന്നു. ബട്ടർ സ്കോച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചുല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കേക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. എത്രയായാലും നമ്മുടെ മക്കളുടെ കണ്ണ് പൂവ മിഠായി, അതുപോലെ തന്നെ ഐസ്ക്രീം, കേക്ക്, അതിലേക്കൊക്കെ ആയിരുന്നു അവരുടെ കണ്ണ്. പക്ഷെ നമ്മൾ കേക്ക് വാങ്ങിയപ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ വിജിഷ വേറെ ഒന്നല്ല കേട്ടോ, അവളെ പോസ് ചെയ്യാൻ ഞാൻ പോസ് ചെയ്ത് നിൽക്കുക, എന്നെ വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിള്ളേരായാലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ പാക്ക് ചെയ്യണു അച്ചച്ചൻ്റെ കേക്ക്. അതിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ മുത്തച്ഛാന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് ആ ചേട്ടൻ എഴുതി തന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ പോരുന്ന നേരത്ത് നമ്മുടെ കണ്ണൻകുട്ടിക്ക് അറിയണത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. അവിടെ ഐസ്ക്രീം എന്തായാലും എനിക്ക് ഐസ്ക്രീം വേണം, ഒരു രക്ഷയില്ലാത്ത കരച്ചിലും വാശിയായിരുന്നു. അപ്പോൾ വേറെ നിവൃത്തിയിൽ നമുക്ക് ലേറ്റായി. അപ്പോൾ മഴയും ഇടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അവൻ വാശി കൂടിക്കഴിഞ്ഞാൽ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ചേട്ടൻ ഐസ്ക്രീം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവന് ചെറുതൊന്നും പോരാ, അവന് മാംഗോ ബാർ മതിയിട്ടാണ്. അപ്പോൾ നല്ല തണവും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ മക്കൾക്ക് അവർ ഏത് സമയത്തെല്ലാം കഴിക്കണ മക്കളാണ്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ വരാറില്ല. ഇനി വരാറുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നാളെ അറിയാം എന്തെങ്കിലും തൊണ്ടവേദന പനി കൊണ്ടുവരുമോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവർക്ക് വേറെ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നുള്ളത്. അപ്പോൾ ഞങ്ങളത് എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് കയറി. അച്ചു കണ്ടില്ലേ, അവളും അവൾക്ക് ഞാൻ കേക്ക് കൊടുത്തിട്ടാ, കേക്ക് കൊണ്ടുപോയി വെച്ചോന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ഞാൻ കേക്ക് കൊടുത്തു. അച്ചച്ച ആ ഭാഗത്തുണ്ട്. അച്ചച്ച ഞങ്ങൾ വരുന്നത് അച്ചച്ചനും അറിയാം. അപ്പോൾ അച്ചച്ച എൻ്റെ അമ്മയൊക്കെ ചേട്ടൻ്റെ അമ്മേനെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അമ്മയൊക്കെ വരുന്ന വെച്ചിട്ടാണ് അച്ചച്ച ഇരുന്നത്. അപ്പോൾ അമ്മയൊന്നും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മക്കളെ കണ്ടോടുകൂട്ടി അച്ചച്ചൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. എത്രയായാലും നമ്മുടെ പ്രായമാവുന്നവർക്ക് കൊച്ചുമക്കളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണല്ലേ. നമ്മുടെ മക്കളും പേരക്കുട്ടികളും കൊച്ചുമക്കളൊക്കെ കൂടി വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. കാരണം അവർ തമ്മിൽ ഒരുപാട് വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിലും അവർക്ക് നമ്മുടെ മക്കളുടെ മനസ്സായിരിക്കും അവർക്കെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന കൊച്ചു കുറുമ്പോളും കുസൃതിയും വാശികളും ഒക്കെ അവർക്കും ഉണ്ടാവും, വയസ്സായവർക്കുണ്ടാവും. അപ്പോൾ മക്കളൊക്കെ അവിടെ കളി തുടങ്ങി. അവർക്ക് അതൊരു സന്തോഷം. എല്ലാവരും കൂടി കൂടുമ്പോൾ ആൺപടകളാട്ടാ ഞങ്ങളെ പിള്ളേർ, അങ്ങനെ 4 ആൺമക്കൾ. അച്ചാച്ചൻ ഇരിക്കുന്നു. അച്ചാച്ചനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൃത്യനിഷ്ഠമുള്ള ഒരാളാട്ടോ. രാവിലെ എനിക്കിൽ എണ്ണ തേച്ച് കുളി, അതുപോലെ തന്നെ എപ്പോഴും മുടി ആരെങ്കിലും വരുന്ന പറഞ്ഞാൽ അപ്പോൾ മുടി ഈരണം, ഷർട്ട് നല്ലത് ഇടണം, വാച്ച് ബാത്റൂമിൽ പോകുമ്പോൾ മാത്രമാണ് അച്ചച്ചൻ വാച്ച് ഊരി വയ്ക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഫുൾ ടൈമൊക്കെ എടുക്കുന്ന ടൈമിലൊക്കെ അച്ചച്ചന് വാച്ച് വേണം. അപ്പോൾ അച്ചച്ചന് ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ, വാർദ്ധക്യ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം. അമ്മ വന്നില്ല അല്ലേ, പറ്റിച്ചൂല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ചില സമയത്ത് ഓർമ്മയ്ക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അമ്മ വീൽ ചെയർ എടുത്തിട്ട് അതിൽ ഹാളിലേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എന്താ പരിപാടി എന്ന് അച്ഛന് ആദ്യം മനസ്സിലായില്ല. പക്ഷേ ഉച്ചയ്ക്ക് നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേക്ക് കണ്ടപ്പോൾ അന്ന് ആരുടെ പിറന്നാളാണ് അച്ഛൻ ചോദിച്ചത്. ഉച്ചയ്ക്ക് നല്ല ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ ചോദിച്ചത് ആരുടെ പിറന്നാളിൻ്റെ കേക്കാണ്. പക്ഷേ സീനില്ല, അച്ഛനോട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഓക്കെ എന്നായിട്ടാ. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെയും എല്ലാവരെയും അടുത്ത് കൊണ്ട് നിർത്തി നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ കണ്ണനെ വെച്ചാൽ ഫസ്റ്റ് മുറിക്കണം. ഏത് കേക്കായാലും അവൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അവൻ്റെ വിചാരം. അപ്പോൾ നമ്മളിതേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കണ്ടില്ല, അച്ഛൻ്റെ വായിൽ കേക്കൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ മക്കൾക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചെയ്യാൻ കേട്ടോ. അപ്പം അച്ഛനും സന്തോഷം, മക്കൾക്കും സന്തോഷം, നമുക്കെല്ലാവർക്കും സന്തോഷമായി. കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡിന് അവിടെ അച്ഛൻ ഷവർമയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടക്കറിയും പൊറോട്ടയും കുബൂസും ചപ്പാത്തിയും എല്ലാം ഉണ്ടായിരുന്നു.
പോകുന്ന നേരത്ത് ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വടി കുത്തി പിടിച്ചിട്ടാട്ടോ വന്നത്. വടി പിടിച്ചിട്ട് വന്നു. വീൽ ചെയർ വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിലെത്തുമ്പോഴേക്കും കണ്ണൻകുട്ടി ദേ ഉറക്കമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.